മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം അടുക്കളയുടെ വാതിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. കുറേ നേരം മഞ്ഞ് തുള്ളികൾ നോക്കി നിന്നപ്പോൾ ഈ തണുത്ത ദിവസം നമുക്ക് കുറച്ച് ചൂടൻ ഭക്ഷണം കഴിച്ചാലോ എന്നൊരാലോചന. എന്ത് കഴിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ആണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവും പാലപ്പവും ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞ് പെയ്യുന്ന തണുത്ത ദിവസം നമുക്ക് ചിക്കൻ സ്റ്റൂവും പാലപ്പവും കഴിക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് സമയം പോകാൻ വേണ്ടി നമുക്ക് പഴയ ഒരു സിനിമ മനു അങ്കിൾ, ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെയും മനു അങ്കിളും കണ്ട് നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ബാക്ക് ടു ദ കിച്ചൺ. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 കിലോ ചിക്കൻ ചെറുതായിട്ട് നുറുക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ഒരു സ്പൂൺ എണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റൂവിന് ആവശ്യമുള്ള ഒരു സവോള നീളത്തിലരിഞ്ഞേക്കണത്, 5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞേക്കുന്നത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കണത്, 5 പച്ചമുളക് നീളത്തിലരിഞ്ഞേക്കണത്, ഒരു ഇതള് കറിവേപ്പില. പിന്നെ നമുക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞേക്കണത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞേക്കണത്, ഒരു 2-3 ബേ ലീവ്സ്. നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഒരു 5 ഏലക്ക ഞാൻ ചതച്ചെടുത്തേക്കണത്, 5 ഗ്രാമ്പു, 2 കറുകപ്പട്ട, ഒരു സ്റ്റാർ അനസ് തക്കോലം ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ മാറ്റി വെച്ചേക്കുന്നത് തേങ്ങാപ്പാൽ 2-ാം പാലും 1-ാം പാലുമാണ്. ആദ്യമായി വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഈ മസാലക്കൂട്ടും ചേർക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മസാല, അതായത് കറുവപ്പട്ട, ഗ്രാമ്പു, ഈ സാധനങ്ങളെല്ലാം ഇട്ടു. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ പെപ്പർ പൗഡറും 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത്, എന്നിട്ട് ആ പൊടിയുടെ പച്ചച്ചോ മാറിയതിന് ശേഷം അങ്ങോട്ട് നമ്മുടെ നുറുക്കി വെച്ചേക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടു. അതിനുശേഷം നമ്മുടെ തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ച് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊരു ഇറച്ചി ഒരു 3/4 വേവ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയി. ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 10 മിനിറ്റ് കൂടി കിടക്കണം, എങ്കിലാണ് ഉരുളക്കിഴങ്ങ് വേവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് വേവട്ടെ. ആ സമയം നമുക്ക് നമ്മുടെ ഇച്ചിരി സിനിമ കാണാം. അപ്പോൾ എൻ്റെ ചേസൂട്ടൻ തളർന്നു കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുന്നു. ഞാൻ ഇതിലേക്ക് 2-മതും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലകളും കൂടി ആഡ് ചെയ്ത് ഇളക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൻപാൽ, അതായത് ആദ്യത്തെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് അതോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യും ഇട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ നെയ്യ്
ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന നെയ്യാണ്, അതുകൊണ്ടാണ് പീസായിട്ടിരിക്കുന്നത്. പിന്നെ ഫൈനൽ ടച്ചായിട്ട് നമുക്ക് ഒരു 3 ബേ ലീവ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബേ ലീവ്സും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുന്നു. ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. നിങ്ങളിത് കഴിച്ച് അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാം. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്ന നേരത്ത് 250 ഗ്രാം അരി എടുത്തു. അതിനകത്തിട്ട് പിന്നെ ഞാൻ ഒരു 50 ഗ്രാം തേങ്ങയും ഒരു 1.5 ടീസ്പൂൺ ജീരകവും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഈസ്റ്റും ചേർത്തു. ഇവിടെ നമ്മുടെ നാട്ടിൽ കള്ളപ്പം ഉണ്ടാക്കണം, അതിൽ പാലപ്പം ഉണ്ടാക്കുന്ന നേരത്ത് ഞാൻ ഈസ്റ്റ് ഇടാറുണ്ട്. ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത്. ഇനി നമുക്ക് പാലപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അങ്ങനെ ഞാൻ പാലപ്പച്ചട്ടിയിട്ട് പാലപ്പം ഒഴിച്ച് വെച്ചിരിക്കുകയാണിത്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഞാനിത് മൂടി വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പാലപ്പം റെഡി ആയിരിക്കുന്നു. നമുക്കിത് പാലപ്പച്ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇത് ഞാൻ വേറെ ഒരു പ്ലേറ്റിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പാലപ്പവും ചിക്കൻ സ്റ്റൂവും റെഡി ആയിരിക്കുന്നു. പാലപ്പത്തിന് ഞാൻ വിചാരിച്ചത്ര മൃദുത്വം കിട്ടിയില്ല. I did a fault. I asked my old lady to grind. Okay, anyway, നമ്മുടെ ഈ ചിക്കൻ സ്റ്റൂവും പാലപ്പവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.